ശ്രുതിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രുതിത്ത്, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രുതിത്ത്? തീർച്ചയായും UDF പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ അവർ 5 ലക്ഷത്തിലോളം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ 8% ഇടിവുണ്ടായി. സ്വാഭാവികമായും പിന്നീട് ആ ഒരു ക്ലെയിമിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. 4 ലക്ഷം എന്നുള്ള ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ചോരുന്നത് LDFന്റെ വോട്ടുകളായിരിക്കും എന്നുള്ളതാണ് നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തിയായ ശേഷം വ്യക്തമാക്കിയത്. പക്ഷേ അത് ആധികാരികമായി തന്നെ അത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകടനമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും ആധികാരികമായ മുന്നേറ്റമുണ്ടായി. പലയിടങ്ങളിലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പോളിംഗ് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ അത് ബാധിച്ചില്ല. അത് പല മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ചോർന്നു പോയിട്ടുള്ളത് LDFന്റെ വോട്ടുകളാണ്. LDFന്റെ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ച ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏതാണ്ട് ഒരു 70,000-ഓളം വോട്ടുകളുടെ കുറവ്. അവസാന കണക്കുകൾ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവസാന കണക്കുകൾ എത്തുമ്പോൾ പോലും വിലയിരുത്തേണ്ടത് അത് 70,000-ലധികം വോട്ടുകളുടെ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് ഘട്ടത്തിലാണ്? അത് പ്രചരണ രംഗത്താണോ? പല LDF കുടുംബ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്തരത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ്. UDF ഉൾപ്പെടെ അത് പരസ്യമായ ആരോപണമായി വന്നിട്ടുള്ളത് തന്നെയാണ്. പല വോട്ടുകളുമായി ബന്ധപ്പെട്ട ചോർച്ചയുണ്ടാവുന്നത് UDFന്റെ അല്ല LDFന്റെയാണെന്ന് അത് സമർത്ഥിക്കുന്ന വിധത്തിലുള്ള ഒരു ആധികാരികമായ ഒരു വിജയം, മുന്നേറ്റം അത് തന്നെയാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവർ 1,41,000-ലധികം വോട്ടുകളാണ് കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടലിന്റെ ഭാഗമായി, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ഭാഗമായി 1,41,000 വോട്ടുകൾ പിടിച്ചിരുന്നു. പക്ഷേ കേവലം ഒരു കോർപ്പറേഷൻ കൗൺസിലറായ നവ്യ ഹരിദാസ് എന്ന് പറഞ്ഞ പുതുമുഖത്തെ ഇവിടെ അവതരിപ്പിക്കുക വഴി അവർ 1,00,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് നേട്ടം തന്നെ എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിന് കുറവുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6,47,000-ലധികം വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെങ്കിൽ അത് 6 ലക്ഷം കടക്കുന്ന വിധത്തിലേക്ക്, അത് ആ ഒരു സംഖ്യയിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പോളിംഗ് ശതമാനത്തെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട്. അതാകാം അങ്ങനെ ഒരു നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ LDFന്റെ വോട്ടുകളിൽ അങ്ങനെയല്ല. 2,83,000 ആനിരാജ പിടിച്ച ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ സംബന്ധിച്ച് ഇത്തവണ നോക്കുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള കുറവ്, അതായത് 2 ലക്ഷത്തിനടുത്ത് അത് കടക്കുന്ന രീതിയിലുള്ള ഒരു മെജോറിറ്റി മാത്രമാണ്, ഒരു വോട്ട് ഷെയർ മാത്രമാണ് LDFന് ലഭിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1,41,000 ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 1 ലക്ഷം കവിയുന്ന വിധത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ ഉയരുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല പല ബൂത്തുകളിലും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ BJP പല ബൂത്തുകളിലും LDFനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും അത് സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലേക്കാണ് ഈ വോട്ടിംഗ് പാറ്റേൺ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഷഹദർ റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ആകെ വയനാട്ടിൽ പോൾ ചെയ്ത 9,41,096 വോട്ടുകളിൽ 6,12,020 വോട്ടുകളും പ്രിയങ്ക ഗാന്ധിക്കാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഷഹദർ റഹ്മാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനം ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ തോളിലേറ്റിയുള്ള പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.